السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين وبعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹൃദയരെ, പടച്ച തമ്പുരാൻ നമ്മെ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. 124 വഫിയ്യകൾ ഇന്ന് ഈ വേദിയിൽ വെച്ച് സനദ് സ്വീകരിക്കുകയാണ്. വഫിയ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പ്രതിബദ്ധതയുള്ളവൾ എന്നാണ്. മനുഷ്യനോടും അതിലേറെ സർവോപരി മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവായ പടച്ച തമ്പുരാനോടും സഹജീവികളോടും പ്രകൃതിയോടും പരിസ്ഥിതിയോടുമൊക്കെ അളവറ്റ കടപ്പാടുകളുണ്ട്. പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പ്രതിബദ്ധതയുള്ളവൾ വാഫി, അത് ആൺകുട്ടികളുടെ കോഴ്സിൻ്റെ പേരാണ്. പ്രതിബദ്ധതയുള്ളവൻ, കടപ്പാടുള്ളവൻ എന്നർത്ഥമാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്കൊക്കെ സമൂഹത്തോട് ഒട്ടേറെ കടപ്പാടുകളുണ്ട്. പ്രകൃതിയോടും പരിസ്ഥിതിയോടും സർവ ജീവജാലങ്ങളോടും അവയൊക്കെ സൃഷ്ടിച്ച പടച്ചവനോടും ഒരുപാട് കടപ്പാടുകളുണ്ട്. ഈ ഒരു വിലാസം പട്ടം സ്വീകരിച്ച് ഈ കടപ്പാടുകൾ പരിപാലിക്കാൻ, പൂർത്തീകരിക്കാൻ പ്രതിജ്ഞ എടുത്ത് 124 കുട്ടികൾ ഇന്ന് ഇവിടെ നിന്നിറങ്ങുകയാണ്. 7000-ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും ഈ സംവിധാനത്തിൽ നിന്ന് ബിരുദം സ്വീകരിച്ചിട്ടുണ്ട്. ഏകദേശം 23,000-ഓളം കുട്ടികൾ ഈ സംവിധാനത്തിലൂടെ കടന്ന് പോയിട്ടുണ്ട്. ഇത് വലിയ ഒരു വിഭവ സമ്പത്താണ്. ഈ വിഭവം വേണ്ട അളവിൽ അനുഭവിക്കാൻ സമൂഹം ബാധ്യസ്ഥമാണ്, രാജ്യം ബാധ്യസ്ഥമാണ്, നമ്മുടെ സിസ്റ്റങ്ങൾ ബാധ്യസ്ഥമാണ്. മനുഷ്യർ, നമ്മൾ നന്മയ്ക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ്, അവനവന് വേണ്ടിയല്ല. അപ്പം നമ്മളൊക്കെ മനുഷ്യന്മാർ എന്ന നിലക്ക് മനുഷ്യ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ഈ ദക്ഷിണകൾ വളരെ ആദരവോടെ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി ഇന്ന് അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ പറ്റാത്ത വിധം കനത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് കണക്കാക്കാൻ പറ്റാത്ത വിധം മനുഷ്യൻ്റെ ഭാവനകളെ ഉല്ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ മനുഷ്യന് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അത് മനുഷ്യനെ മറക്കാതിരിക്കുക എന്നതാണ്. മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ മറക്കാതിരിക്കുക എന്നതാണ്. മനുഷ്യൻ്റെ കഴിവിൽ, അവൻ്റെ ഭാവനയിൽ, അവൻ്റെ സൃഷ്ടിയിൽ അഭിമാനം കൊള്ളുമ്പോൾ അതൊക്കെ
സാക്ഷാത്കരിക്കുന്ന അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ മറക്കുന്നത് എത്രമേൽ അത്ഭുതകരമാണ്. നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം, കടപ്പാടുകളുള്ളവനായിരിക്കണം. നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനെ നിർമ്മിച്ച, മനുഷ്യനിൽ അള്ളാഹു നിർമ്മിച്ച് നിക്ഷേപിച്ച ആ ബുദ്ധിയുടെ പുനർനിർമ്മാണവും അനുകരണവുമാണ് നടക്കുന്നത്. അപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ പേരിൽ മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ ഈ നിർമ്മിത ബുദ്ധിയെ നിർമ്മിച്ച മനുഷ്യനെ നിർമ്മിച്ച അള്ളാഹുവിനെ എങ്ങനെയാണ് അവനെ മറക്കാൻ പറ്റുക? അനിഷ്കുർലി വലി വാലിദൈക്, മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. ഖുർആൻ പറയുന്നത് പോലെ, സാറ് പറഞ്ഞതുപോലെ വലി വാലിദൈക്, മാതാപിതാക്കളോട് കടപ്പാടുള്ളവരായിരിക്കണം. സാർ അത് പറയുമ്പോൾ മനസ്സ് പിടച്ചുപോയി. തന്നെ വധിക്കുന്ന സ്വന്തം മകനെ ആ നിമിഷത്തിലും മകനായി കണ്ട് മകനെ അമ്മക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്ന മാതൃഹൃദയം. ഈ പുതിയ കാലത്ത് നമുക്ക് എന്താണ് പഠിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അതിൻ്റെയൊക്കെ ഉത്തരം ഇത് തന്നെയാണ്. ഇതൊക്കെയാണ് പഠിപ്പിക്കാനുള്ളത്. ഇത് കോൺവെക്കേഷൻ്റെ സമയമാണ്. ഞാൻ പണ്ട് നടന്ന ഒരു അഡ്മിഷനും കോൺവെക്കേഷനും ഈ സമയത്ത് ഓർക്കുകയാണ്. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, SSLC പ്രായക്കാരനായ ഷാഫി റളിയല്ലാഹു അൻഹു അന്നത്തെ വലിയ ഗുരുവര്യരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പാഠശാലയിൽ, മദീനത്തെ പള്ളിയിൽ ചേർന്ന് പഠിക്കാൻ വേണ്ടി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ നേരിടുകയാണ്. ഇൻ്റർവ്യൂ അന്നുണ്ട്. മാലിക് റളിയല്ലാഹു അൻഹു ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മോനെ, താങ്കൾക്ക് അറിവിനോട് എത്രമേൽ ഇഷ്ടമുണ്ട്? അതൊരു ചോദ്യമാണ്. ഇതൊരു IQ ടെസ്റ്റാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. നിനക്ക് അറിവിനോട് എത്രമേൽ ഇഷ്ടമുണ്ട്? കുശാഗ്രബുദ്ധിയായ വിദ്യാർത്ഥിയുടെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, എൻ്റെ ശരീരത്തിൻ്റെ മുഴുഭാഗവും ശ്രവണപുടമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അതാണ് എൻ്റെ ഇഷ്ടം. നമ്മൾ കേൾക്കുന്നത് വളരെ ചെറിയ ഒരു പാളി കൊണ്ടാണ്. ശരീരമാകെ കേൾക്കാൻ, കേൾവി, ശബ്ദം സ്വീകരിക്കാൻ പറ്റുന്ന പാളികളായി മാറിയാൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, നിനക്ക് അറിവ് സമ്പാദിക്കാൻ എത്ര കണ്ട് ആർത്തിയുണ്ട്? കൈഫ ഹിർസുക അലൽ ഇൽം. വീണ്ടും കുശാഗ്രബുദ്ധിയായ വിദ്യാർത്ഥിയുടെ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ജനിപ്പിച്ച 10 മാസം ഗർഭത്തിൽ ചുമന്ന് നടന്ന് നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ഒരു ഉമ്മക്കുണ്ടാകുന്ന ആർത്തി, എൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടണമെന്ന ആർത്തി, ആ ആർത്തിയാണ് അറിവിനോട് എനിക്കുള്ളത് എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. ഇൻ്റർവ്യൂ കഴിഞ്ഞു, അഡ്മിഷൻ കൊടുത്തു. പഠനം പൂർത്തിയാക്കിയപ്പോൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂ. അതും നിർവഹിക്കുന്നത് മാലിക് റളിയല്ലാഹു അൻഹു ആണ്. പണ്ഡിതന്മാരുണ്ട്, വായിക്കുന്നവരുണ്ട്. ഈ വാക്കുകളൊക്കെ മാലിക് റളിയല്ലാഹു അൻഹു ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അത് ഒരു റിപ്പോർട്ടാണ്. പലരും പലരോടും ഈ ചോദ്യം ചോദിച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ മനസ്സിലാക്കുന്നു ഇത് മാലിക് റളിയല്ലാഹു അൻഹു നടത്തിയ ഇൻ്റർവ്യൂ ആണ്. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. കോൺവെക്കേഷൻ സമയത്ത് മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം, പഠനം പൂർത്തിയാക്കുമ്പോൾ അടുത്ത ചോദ്യം, മോനെ, മനിസ് സഫല, സഫലത്താരാണ്? സഫല എന്ന് പറഞ്ഞാൽ കീഴാളൻ, താഴ്ന്നവൻ, നിലവാരമില്ലാത്തവൻ. മനുഷ്യൻ പരിഷ്കൃതി നേടുകയാണല്ലോ വിദ്യാഭ്യാസത്തിലൂടെ. പരിഷ്കൃതി നേടാത്ത സഫലത്ത്,
താഴ്ന്നവർ, ആ താഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വരേണ്യവർഗവും കീഴാളവർഗവും അങ്ങനെ രണ്ടായി കണ്ടിട്ടുള്ള സംസാരമല്ല ഇത്. താണവൻ ആരാണ്? മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, താണവൻ, നിലവാരമില്ലാത്തവൻ, അപരിഷ്കൃതൻ, പഠിച്ച അറിവ് വെച്ച് കാശുണ്ടാക്കുന്നവനാണ്. താന്നവൻ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി, വയറ് വീർപ്പിക്കാൻ വേണ്ടി പഠിച്ച അറിവ് വിറ്റ് കാശാക്കുന്നവനാണ്. അപ്പം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ചോദ്യം, മൻ സഫലത്തു സഫല, എന്നാൽ ഈ തരം താണവരിൽ തരം താണവൻ ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഫൈനൽ പരീക്ഷയുടെ മറുപടിയാണ്. ഫൈനൽ പരീക്ഷയുടെ വൈവ. താണവരിൽ താണവൻ, തരം താഴ്ന്നവരിൽ താഴ്ന്നവൻ, മറ്റുള്ളവരുടെ ഐഹിക നേട്ടത്തിന് വേണ്ടി മതം വിൽക്കുന്നവനാണ്. താഴ്ന്നവൻ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മതം വിൽക്കുന്നവൻ. ഇത് സ്വന്തം ആവശ്യത്തിനല്ല, ആർക്കോ വേണ്ടി മതം വിറ്റ് കാശാക്കുന്നവൻ. നമ്മൾ നാടൻ ഭാഷയിൽ പറയും, ഒത്തോണം ബോധിച്ചതുപോലെ, ആവശ്യം പോലെ ഫത്വകളും വിധികളും കൊടുക്കുന്നയാൾ, മറ്റുള്ളവർക്ക് വേണ്ടി മതം വിൽക്കുന്നയാൾ. ചടങ്ങ് കഴിഞ്ഞു, സമൂഹ മധ്യത്തിലേക്ക് പ്രബോധനവുമായി മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി രംഗപ്രവേശം ചെയ്യാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇവിടെ സനത് വാങ്ങുന്ന കുട്ടികളോട്, നേരത്തെ വാങ്ങിയിട്ടുള്ളവരോട്, ഇനി വാങ്ങാനുള്ളവരോടൊക്കെ പറയാനുള്ളത് അതാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ സംവിധാനം സേവനത്തിൻ്റെ സംവിധാനമാണ്. ഉന്നത സ്വഭാവ മൂല്യങ്ങളുടെ മതമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വന്നവനാണ് ഞാൻ. ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം തൊട്ട് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയും ഔന്നത്യത്തിന് വേണ്ടിയും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് പ്രവർത്തന മണ്ഡലം വികസിപ്പിച്ച് അപ്ഗ്രേഡ് ചെയ്ത് അവസാനത്തെ പ്രവാചകനായി വന്നിരിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിരിക്കുന്നത് അവിടുന്ന് തന്നെ പറയുന്നത് പ്രകാരം, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മതങ്ങളെ അംഗീകരിക്കുന്നു, മറ്റു മനുഷ്യരെയൊക്കെ അംഗീകരിക്കുന്നു. ഉന്നത സ്വഭാവ മൂല്യങ്ങൾ പരിപാലിക്കുന്ന ആളുകൾ, മതവിഭാഗങ്ങൾ, മനുഷ്യർ സമൂഹത്തിലുണ്ട്. നബി പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്വഭാവങ്ങൾക്ക് പൂർണ്ണതയുടെ മകുടം ചാർത്താനാണ്. ഇതൊരു ഫിലോസഫിക്കൽ കാര്യമാണ്. എല്ലാവരും പറയുന്ന നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഇസ്ലാം എങ്ങനെ ഒന്നുകൂടി ഫിനിഷിംഗ് വരുത്തി ഷെയ്പ്പ് ചെയ്ത് സമൂഹത്തിന് സമർപ്പിക്കുന്നു, പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് എല്ലാം തേഞ്ഞു മാഞ്ഞ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതൊക്കെ തന്നെയാണ് പ്രഖ്യാപിത ലക്ഷ്യം എന്നതിൻ്റെ തെളിവുകൾ ലഭ്യമാണ്. ഉദാഹരണം, നമ്മുടെ കേരളം, നമ്മുടെ രാജ്യം നിഷ്പക്ഷമതികളൊക്കെ അംഗീകരിക്കുന്നത് പോലെ ഏതാണ്ട് വികസിച്ച ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രവിശ്യയാണ്, സ്റ്റേറ്റാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഏറെക്കുറെ സമ്പൽ സമൃദ്ധമായത്? എന്തുകൊണ്ടാണ് രാജ്യം വികസിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിലുള്ള ആളുകളൊക്കെ വർഗീയത പറഞ്ഞ് പരസ്പരം കുത്തിക്കീറിയിട്ടാണോ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി ഭരണ കസേരയിൽ കയറിയിരുന്ന് ആളുകളെയൊക്കെ എല്ലാ അർത്ഥത്തിലും ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ടാണോ? അല്ല. എല്ലാവർക്കും അറിയാം, അല്ല. നന്മ സ്വീകരിച്ചിട്ടുള്ള, നന്മ ഹൃദയത്തിൻ്റെ മുക്കുമൂലകളിൽ ഇനിയും സൂക്ഷിക്കുന്ന കുറെ ഹൃദയങ്ങൾ അവർ നന്മ ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ
നമ്മളായിട്ട് ഇങ്ങനെയുള്ളൊരു സദസ്സിൽ പറയുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യത്തേക്ക് $1 ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ നിന്നാണ്. ഞാൻ ഗൾഫ് നാടുകളിൽ ഒരു 35 കൊല്ലമായിട്ട് ഈ സംവിധാനത്തിൻ്റെ ഒപ്പമാണ്. അതിനു മുമ്പ് ഒരു 10-12 കൊല്ലം UAE ജീവിച്ചിട്ടുണ്ട്. ആ നാട്ടുകാരെ ചെറിയ തോതിലൊക്കെ, വലിയ ആളുകളോട് അടുക്കാൻ മാത്രം വലിപ്പം നമുക്കില്ലാത്തതുകൊണ്ട് അകലെ നിന്ന് കണ്ടിട്ടുണ്ട്. അവരുടെ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഒരിക്കൽ പറഞ്ഞു, നോമ്പ് കാലത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇലക്ട്രീഷ്യൻ എന്ന രീതിയിൽ ജോലി ചെയ്യാൻ പോയിരുന്നു. മഗ്രിബ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവരും നോമ്പ് തുറക്കാനിരിക്കുകയാണ്. ചെളിയിൽ കുളിച്ച് വെള്ളത്തിൽ കുതിർന്ന വസ്ത്രം കൊണ്ട് താടി മൂടിയൊക്കെ നീണ്ട് നിറച്ച് തൂങ്ങിയിട്ടുള്ള, ആകെ ഇരുന്നവരെ മുഴുവനും മലിനമാക്കുന്ന പാകിസ്ഥാനി, ബംഗ്ലാദേശുകാരൻ, ഇന്ത്യക്കാരൻ, ക്രിസ്ത്യാനിയായ എൻ്റെ ഈ കൂട്ടുകാരൻ, അവരുടെ കൂട്ടത്തിൽ രാജാവും. കേട്ടുകേൾവിയല്ല. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ എന്ന് പറയുന്ന രാജാവ്, UAE, ദുബായ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇന്നിപ്പോൾ ഏതായാലും ആൾക്കാരൊക്കെ യൂറോപ്പിലെ വലിയ പട്ടണങ്ങൾ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് ശേഷം ദുബായ്, അബുദാബി എന്ന് പറയാൻ തുടങ്ങി. അവിടുത്തെ രാജാവാണ്. പല അറബികളേറ്റവും ഇടപഴകിയിട്ടുണ്ട്. അവർ പതിവായി നിസ്കരിക്കുന്നവരാണ്. എന്തു പറഞ്ഞാലും അതിന് തെളിവായി, ദൃഷ്ടാന്തമായി, നിദാനമായിട്ട് ഖുർആൻ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ജാതി മത ഭേദങ്ങളൊന്നും അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണനാണ്, തോമസ് ആണ്, അബ്ദുൽ ഹക്കീമാണ്, അവർക്കൊക്കെ ഒരുപോലെയാണ്. നേരെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്നോട് ഈ കാര്യം പറഞ്ഞ കൂട്ടുകാരൻ തുടർന്ന് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഈ നാട്ടിൽ പള്ളിയിലെ ചർച്ചിലെ പുരോഹിതനായിട്ട് ജോലി ചെയ്തിരുന്നയാളാണ്, ഇപ്പം നാട്ടിലാണ്. മറ്റൊരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഈ നാട്ടിൽ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന എൻ്റെ അച്ഛൻ കിടക്കുന്നിടത്ത് ചുമരിൽ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് അച്ഛന് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ചിത്രം, മറ്റൊന്ന് ഷെയ്ഖ് സായിദിൻ്റെ ചിത്രം. ഒരാൾ ക്രിസ്ത്യാനിയാണ്, മറ്റേ ആൾ ഹൈന്ദവനാണ്. അടുത്ത കൂട്ടുകാരാണ്. അപ്പം ഈ സമൂഹങ്ങളോടൊക്കെ കൂടിക്കഴിയുമ്പോൾ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടാൽ തോന്നും, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇര തേടി, ഭക്ഷണം തേടി ഗൾഫ് നാടുകളിൽ പോയി അവിടെയുള്ള ആളുകളൊക്കെ മതത്തിൻ്റെ പേരിൽ കഴുത്തറുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും തിരിച്ചു വരുന്നുണ്ടല്ലോ. ഈ പറഞ്ഞവരൊക്കെ തിരിച്ചു വന്ന ആൾക്കാരാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഞാൻ പണ്ഡിതകൾ എന്ന നിലക്ക്, പണ്ഡിതന്മാരെന്ന നിലക്ക് പട്ടം സ്വീകരിച്ച്, സനത് സ്വീകരിച്ച് പുറത്തിറങ്ങുന്ന ആളുകളോടും കേൾക്കുന്നവരോടും അവരുടെ രക്ഷിതാക്കളോടും ഒക്കെ പറയുന്നത് ഇതാണ് മാനവികത. ഈ മാനവികത നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഇതാണ് നിങ്ങൾ പ്രബോധനം ചെയ്യേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ നിയുക്തനാണ് ഞാൻ എന്നാണ്. മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറൻ. ആശ്വാസത്തിൻ്റെ മെത്തേഡുകളൊക്കെ സ്വീകരിച്ച് നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ നേടിയിട്ട് അധ്യാപകനായി വർക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത്. മാത്രമെന്നാണ് അവിടെ പറയുന്നത്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാൻ അധ്യാപകനായി മാത്രം നിയമിതനാകുന്നു. മുയസ്സിറൻ, ആശ്വാസത്തിൻ്റെ മാർഗം ചലിക്കുന്ന. BEd ചെയ്യണം, പരിശീലനങ്ങൾ ചെയ്യണം, കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കണം. അതൊരു വലിയ പഠന വിഷയമാണ്. 124 കുട്ടികൾ ഇന്ന് ഇവിടുന്ന് സനത് വാങ്ങുമ്പോൾ അവർ ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അധ്യാപകന്മാരാണ്, അധ്യാപികന്മാരാണ്. അധ്യാപിക മുയസ്സിറായിരിക്കണം. കുട്ടികളെ, പഠിതാക്കളെ, നമ്മുടെ മക്കളെ
സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, തിരസ്കരിച്ചുകൊണ്ട് വെറുത്തുകൊണ്ടല്ല. ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞതുപോലെ മുന്നിലിരിക്കുന്ന കുട്ടി സ്വന്തം കുട്ടിയല്ല, എൻ്റെ സ്വന്തം മകനല്ല മകളല്ല എന്ന് എപ്പോഴാണ് തോന്നുന്നത്? രാജിവെച്ച് പോകണം, ആ ജോലി ഒഴിവാക്കണം, യോഗ്യനല്ല. കുട്ടികളെ സ്വീകരിക്കാൻ പറ്റാത്ത, ഇതെൻ്റെ സ്വന്തം കുട്ടിയാണ്, ആരാ എൻ്റെ മക്കൾ, ആരുടെയോ മകൻ മകൾ, എനിക്കെന്താ, എനിക്ക് മാസം കഴിഞ്ഞാൽ ശമ്പളം കിട്ടിയാൽ പോരെ എന്ന മനോഭാവം. ഈജിപ്തിൽ കൈറോയിൽ വെച്ച് ഒരു ചെറിയ സംസാരത്തിൽ ഗുരു നിത്യചൈതന്യ പറഞ്ഞത് എടുത്തു പറഞ്ഞപ്പോൾ കേൾക്കുന്നവർക്ക് അത്ഭുതം. നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ, ദാർശനികന്മാർ, ചിന്തകന്മാർ, അവരെയൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്തണം. ഈ കോഴ്സ് പഠിച്ച ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകും പോലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ സ്റ്റേജിലിരിക്കുന്നുണ്ട് ഡോക്ടർ മുഹമ്മദ് അലി. ഞങ്ങൾ തമാശ പറയുന്നത്, കാശിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ലീഡിങ് അറബിക് മാഗസിനുകളിൽ ലേഖനം എഴുതലാണ് മൂപ്പരെ പരിപാടി. എന്തിനെക്കുറിച്ച്? ഖുർആനെക്കുറിച്ചും ഹദീസിനെ കുറിച്ചും മാത്രമാണോ? അല്ല, കേരളത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, കഥകളിയെക്കുറിച്ച്, മോഹിനിയാട്ടത്തെക്കുറിച്ച്, അങ്ങനെ പലതും. സംസ്കാരങ്ങൾ, നാഗരികതകൾ, മനുഷ്യൻ്റെ ഭാവന ഉണ്ടാക്കിയിട്ടുള്ള നല്ല കാര്യങ്ങൾ, കലാരൂപങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കൊടുക്കാനും വാങ്ങാനും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം, നല്ല രീതിയിൽ വാങ്ങാനും പറ്റണം. അല്ലെങ്കിൽ മനുഷ്യൻ പൂർണ്ണനാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നല്ല അധ്യാപകനായിരുന്നു. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചറിയുന്നത് പ്രകാരം പഠനം പൂർത്തിയാക്കിയ കുട്ടികളൊക്കെ വലിയ ഒരു സംഖ്യ അധ്യാപകരായിട്ട് പോവുകയാണ്, അധ്യാപികമാരായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്നും കൂടി പറയണം. സ്വീകരിക്കണം, താലോലിക്കണം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ, ലോകത്ത് മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും വലിയ കൂലി കിട്ടുന്ന വലിയ പള്ളി മക്കത്തെ പള്ളി, പിന്നെ മദീനത്തെ പള്ളിയാണ്. അവിടെയാണ് അള്ളാഹിൻ്റെ റസൂൽ ഉള്ളത്. അള്ളാഹിൻ്റെ റസൂൽ ഉള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ബഹളം. അപ്പോൾ ഒരു ഗ്രാമീണൻ പള്ളിയിൽ വന്നിട്ട് അയാൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയപ്പോൾ പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. പള്ളിയിൽ പരസ്യമായിട്ട് മൂത്രമൊഴിക്കുകയാണ്. ഗ്രാമീണനാണ്, അയാൾക്ക് അറിഞ്ഞൂടാ. ആളുകളൊക്കെ ബഹളം വെക്കുകയാണ്. അപ്പോൾ റസൂലുള്ള ഒന്ന് ഇടപെട്ടു. ഞാനിങ്ങനെ ഓർക്കും ആ വാക്ക്. റസൂലുള്ള ഈ ബഹളത്തിൽ ചെന്നിട്ട് ആളുകൾ അയാളെ മർദ്ദിക്കും എന്നിടത്ത് എത്തുകയാണ്. അപ്പോഴാണ് റസൂലുള്ള എത്തുന്നത്. റസൂലുള്ള പള്ളിയുടെ അപ്പുറത്തുണ്ട്. അപ്പൊ പറഞ്ഞ വാക്ക് ലാ തുസ്രിമു, നല്ല ധന്യമായ അറബി ഭാഷയിൽ ലാ തുസ്രിമു. അവൻ്റെ ആ മൂത്രമൊഴിക്കലിൻ്റെ ആ ഫ്ലോ നഷ്ടപ്പെടുത്തരുത്, മൂത്രം ഒഴിക്കരുത് നമ്മൾ വേഗം പറഞ്ഞാൽ. അപ്പം എല്ലാവരും മാറി. ഏതായാലും പള്ളിയിൽ മൂത്രം വീണു. അയാൾ ശല്യം ചെയ്തിട്ട് എന്താ കാര്യം? അയാൾ വിവരമില്ലാത്തത്. അപ്പോൾ അയാൾ പൂർണ്ണമായി മൂത്രം ഒഴിച്ചതിൻ്റെ ശേഷം, അപ്പോൾ പിന്നെ ആളുകളൊക്കെ വിട്ടുപോയതിൻ്റെ ശേഷം ഇയാളോട് പറഞ്ഞു, സഹോദര, ഈ പള്ളി എന്ന് പറയുന്നത് അതൊരു ബഹുമാനപ്പെട്ട സ്ഥലമാണ്. ആശയം പറയണ ഞാൻ, പള്ളി ഇതിനൊന്നുള്ളതല്ല. അത് അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനും പ്രാർത്ഥിക്കാനും അതിനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അയാൾക്ക് വലിയ ഇഷ്ടമായി, അയാൾക്ക് വലിയ സന്തോഷമായി. അപ്പം ചുരുക്കത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തടാ, ആരടാ, എങ്ങനെടാ, എവിടെടാ എന്നുള്ള ഈ ശൈലി പാടില്ല. തൊട്ട് തലോടി സ്വീകരിച്ച് നമ്മളും ഈ ഘട്ടങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പെട്ടെന്ന് അധ്യാപകരായി പൊട്ടി വീണതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടു ഞാൻ. ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ ഇതുപോലെ കോളേജുകളിൽ ഓറിയൻറ്റേഷൻ നടത്താൻ മുമ്പ് വഴിമധ്യേ ഇവരാരെ കാണിച്ചു തന്നതാണ്. അറബ് ലോകത്ത് വളരെ പ്രസിദ്ധനായ കുവൈത്തുകാരനായ ഒരു വലിയ പണ്ഡിതൻ പറയാണ്, എൻ്റെ വിദ്യാലയത്തിൽ കുറച്ച് ആളുകൾ ഒരു ഒഴിവിലേക്ക് ഇൻ്റർവ്യൂവിന് വിധേയപ്പെടാൻ വന്നു. അങ്ങനെ ഒരാളോട് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എത്ര കണ്ട് പരിജ്ഞാനമുണ്ട്
വൈദഗ്ധ്യമുണ്ട്, ഖിബ്ര എന്ന് പറയും നമ്മളെ അറബിയിൽ. താങ്കളുടെ വൈദഗ്ധ്യം എത്രയാണ്, താങ്കളുടെ ഖിബ്ര എത്രയാണ് ഉസ്താദന്മാരുടെ ഒരു കറിയ. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, 30 കൊല്ലം. ഞാനും നിങ്ങൾ പറഞ്ഞു പോകുന്ന മറുപടിയാണ്. ഞാനൊക്കെ 30 കൊല്ലം പഠിപ്പിച്ച പരിജ്ഞാനമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാളിനെ പറഞ്ഞു, അയാൾ കുറച്ച് പ്രായമുള്ള ആളാണ്, താരിഖ് സുവൈദാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ അങ്ങനെ പറയരുത്, 30 കൊല്ലത്തെ പരിജ്ഞാനം എന്ന് പറയരുത്. താങ്കൾക്ക് 1 വർഷത്തെ പരിജ്ഞാനവും 29 കൊല്ലം ആ പരിജ്ഞാനത്തിൻ്റെ ആവർത്തനമായിരിക്കും ഉണ്ടാവുക. 1 കൊല്ലം പഠിപ്പിച്ച് പരിചയമുണ്ട്, അല്ലെങ്കിൽ ഒരു സിലബസ് 3 കൊല്ലത്തെ ഡിഗ്രി ആണെങ്കിൽ 3 ക്ലാസ്സിലും അയാൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 3 കൊല്ലം പഠിപ്പിച്ച പരിചയം അയാൾക്കുണ്ടാവും. ബാക്കി പിന്നെ ആവർത്തനമാണ്, പുതിയതൊന്നും പഠിക്കണില്ല. ഖിബ്ര വേറെ, ഖിദ്മ വേറെ. എത്ര കൊല്ലം ജോലി ചെയ്തു? 30 കൊല്ലം. പരിജ്ഞാനം എത്രയെന്ന് ചോദിച്ചാൽ 1 കൊല്ലത്തെ പരിജ്ഞാനം, 29 കൊല്ലം പിന്നെ ആ പരിജ്ഞാനം ഇങ്ങനെ ഫ്രീസായി ഇങ്ങനെ ആവർത്തിക്കുക. മക്കളങ്ങനെ ആവാൻ പാടില്ല. അത്ഭുതപ്പെടാറുണ്ട്, എന്നെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, സഹപ്രവർത്തകരെ കുറിച്ച് അത്ഭുതപ്പെടാറുണ്ട്. അധ്യാപകൻ എങ്ങനെയാണ് വാട്സപ്പിൽ കളിക്കാനോ അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളിൽ യഥേഷ്ടം സമയം ചെലവാക്കാനും പറ്റുക? എല്ലാ രംഗത്തുണ്ട് ഈ ഒരു നിലവാരത്താഴ്ച. ഞങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ അധ്യാപകൻ സമസ്തയുടെ ഒരു സമ്മേളനത്തിന് കുറ്റിപ്പുറത്ത് അയാൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇബ്രാഹിം അബു മുഹമ്മദ് എന്ന് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്ഭുതമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് അത്ഭുതമാണ് നിങ്ങളെ പലരെയും കാണുമ്പോൾ. നിങ്ങൾ വെള്ളിയാഴ്ച മിമ്പറിൽ കയറി പ്രസംഗിക്കുന്നു, പിന്നെ അടുത്ത വെള്ളിയാഴ്ച നേരെ വീണ്ടും വന്ന് പ്രസംഗിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു അസ്വസ്ഥതയും കാണുന്നില്ല. ഈ വെള്ളിയാഴ്ച പ്രസംഗം കഴിഞ്ഞു, ഇന്ന് കിടന്നുറങ്ങി, ഇനി ശനി തൊട്ട് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പ്രസംഗിക്കാനുണ്ടല്ലോ എന്ന ബേജാറും അതിൻ്റെ ആ ഒരു തത്രപ്പാടും നിങ്ങളെ ഭാവങ്ങളിലൊന്നും തീരെ കാണില്ല. നിങ്ങളിൽ പലരും എൻ്റെ സ്നേഹിതന്മാരാണ്. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, എനിക്ക് വെള്ളിയാഴ്ച ഹുതുബ അവർ അറബി ഭാഷ തിരിയുന്നവരാണല്ലോ, ഹുതുബ കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച തൊട്ട് ടെൻഷനാണ്. അടുത്ത ആഴ്ച 6 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് പറയുക എന്ന് എനിക്ക് ഭയങ്കര ബേജാറാണ്. തയ്യാറാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിക്കുന്ന സമയത്ത് ഷെയ്ഖുന ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസ റൂഹഹു, ബഹുമാനപ്പെട്ടവർ, കർമ്മശാസ്ത്രത്തിലെ അതിഗംഭീരമായ തുഹ്ഫ ക്ലാസ് അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ടവരുടേതാണ്. ബസ്സല്ലേ ചില സമയത്ത് വൈകും, കുട്ടികൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗം റൂമിൽ കയറിയിട്ട് കുട്ടികൾ കാത്തിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു കിതാബ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ഓടി വരില്ല ചെയ്യണത്. ഞങ്ങൾ നേരെ കാണും, റൂമിൽ 5 മിനിറ്റ് വൈകിയിട്ടുണ്ട്, 1/4 മണിക്കൂർ വൈകിയിട്ടുണ്ട്, അരമണിക്കൂറൊക്കെ വൈകിയിട്ടുണ്ടാകും. കുട്ടികളിങ്ങനെ ഹാള് നിറയെ കാത്തിരിക്കുകയാണ്. അതിൽക്കൂടി ഷെയ്ഖ്നായുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ കൗതുകത്തോടെ കാത്തിരിക്കുന്നതാണ്. വേഗം റൂമിൽ കയറിയിട്ട് ഇപ്പം ക്ലാസ് എടുക്കാനുള്ള ഭാഗം ഈ കിതാബ്, ഈ ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ 1 ഡസൻ ആവൃത്തിയല്ല പഠിപ്പിച്ചിട്ടുണ്ടാകുക. കുശാഗ്ര ബുദ്ധിയാണ്, വല്ലാത്ത ഓർമ്മയാണ്. പക്ഷേ നോക്കിയിട്ടേ വരുള്ളൂ, തയ്യാറായിട്ടേ വരുള്ളൂ എന്നർത്ഥം. അപ്പം ചുരുക്കത്തിൽ ടീച്ചർമാരായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം ഞാൻ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്നെ ആശ്രയിക്കുന്ന എൻ്റെ വിദ്യാലയത്തിലെ കുട്ടികളെ സ്നേഹിക്കാനും ലാളിക്കാനും താലോലിക്കാനും. പിന്നെ എന്തിനാ പോകുന്നത്? പിന്നെ പഠനം ഒരു സപര്യയായിട്ട് പ്രഖ്യാപിക്കാൻ. ഇനി എന്നെ ഒന്നിനും കാക്കണ്ട, എനിക്കൊന്നും പറ്റൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ സന്മാർഗം കാണിച്ചു കൊടുക്കാനുള്ള ചുമതല നുബുവത്ത് ഏറ്റെടുത്ത ശേഷം പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യാ ഖദീജ ദഹബത്ത് അയ്യാമുൻ നൗം, യാ ഖദീജ ദഹബത്ത് അയ്യാമുൻ നൗം ഔ കമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ഉറങ്ങണ കാലൊക്കെ പോയി. ഈ നുബുവത്ത് ജനങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള ചുമതല അത് തലയിൽ വന്നതോടുകൂടി
ഇനി ഉറങ്ങാൻ പറ്റൂല. ഇതുവരെ നമ്മൾ ഉറങ്ങിയത്, ഇനി ഉറങ്ങാൻ പറ്റൂല. അപ്പോൾ അധ്യാപനം എന്ന് പറയുന്നത് നിദ്രാവിഹീനതയാണ്, ഉറക്കം വലിച്ചെറിയലാണ്, ത്യാഗം അനുഷ്ഠിക്കലാണ്. എല്ലാ തരം മുൻവിധികളും വലിച്ചെറിഞ്ഞ് സ്വന്തം മക്കളെ പോലെ, പള്ളിയിൽ നിന്ന് ആദ്യം ഒരു കുട്ടി ജനിക്കുമ്പോൾ സ്വന്തം കുട്ടി എന്നതുപോലെ ഒരു പുതിയ വിദ്യാലയത്തിൽ ചെല്ലുമ്പോൾ പുതിയ കുട്ടികൾ, അവരെ സ്നേഹിക്കുന്ന സമയമാണ്. ഒരു കാര്യം കൂടി ഇനി പറയട്ടെ. കുറെ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. സമയം ഒന്ന് പറഞ്ഞോ. ഒരു തെറ്റിദ്ധാരണയുണ്ട്. പരിശുദ്ധ ഖുർആൻ, തിരു ഹദീസ്, ഇസ്ലാം അതൊരു വലിയ വൈജ്ഞാനിക ലോകമാണ്. അപ്പം ഈ വൈജ്ഞാനിക ലോകം എന്ന ഒറ്റ കാഴ്ചയിലാണ് നമ്മൾ ഇസ്ലാം ദീനെ കാണുന്നത്. അപ്പം അത് പഠിക്കുക, പഠിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്നുള്ളതാണ് വിചാരം. പഠിക്കൽ പഠിപ്പിക്കൽ കേമമായിട്ട് നടക്കണം എന്നത് ശരിയാണ്. പക്ഷെ പ്രാവർത്തികമാക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, പ്രാവർത്തികമാക്കുക എന്നൊരു സംഭവമുണ്ട്. നമ്മൾ മഹത്തരങ്ങളായ ആശയങ്ങൾ വളരെ വാചാലമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഗ്രന്ഥങ്ങൾ അതൊക്കെ വളരെ വാചാലമായി സംസാരിക്കുന്നു. നമ്മുടെ പണി അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? അപ്പം ജീവിതം അത് മറ്റു വേറെ ചിലർക്കുള്ളതാണ്. അത് വേറെ ചിലർ, നമുക്ക് ജീവിതമില്ല, ജീവിതവും നമ്മളും തമ്മിലൊരു ബന്ധമില്ല. അങ്ങനെ വിചാരിക്കുന്നത് വലിയ അബദ്ധമാണ് സുഹൃത്തുക്കളെ. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത്, അവർ റസൂലുള്ളാഹിയിൽ നിന്ന് നേരിട്ട് പഠിച്ച അറിവുകളോ അൽഹംദുലില്ലാഹ് പണിയൊക്കെ കഴിഞ്ഞു. കാര്യം എന്താ? ഖുർആൻ പഠിച്ചു, അള്ളാഹിൻ്റെ റസൂലിനെ പഠിച്ചു, ഹദീസ് പഠിച്ചു. ഇനിയിപ്പോൾ എന്താ കിടന്നുറങ്ങുക? അവർ ചെയ്തത് അതല്ല. ഈ പഠിച്ചത് ഇനി പ്രാവർത്തികമാക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ വലിയ തഫ്സീറാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ. ആ തഫ്സീറിൽ ഒരു ഹദീസ് എടുത്തു വെക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ഖുർആൻ പഠിച്ചിരുന്നത് കണ്ടശയായിട്ടാണ്, അല്പാൽപമായിട്ടാണ് പഠിച്ചിരുന്നത്. ഒരു ദിവസം, ആ ഹദീസിൽ അങ്ങനെയാണ്, ഒരു ദിവസം 10 ഹദീസേ പഠിക്കുള്ളൂ. കൂടുതൽ പഠിക്കാൻ പറ്റിയാലും പഠിക്കൂല. സനദ് സ്വീകരിക്കുന്ന കുട്ടികൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. 10 ആയത്തെ ഒരു ദിവസം പഠിക്കുള്ളൂ. അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. അതെന്താ കാര്യം? 10 ആയത്തിൽ കൂടുതൽ പഠിച്ചാൽ അത് പ്രാവർത്തികമാക്കണ്ടേ? ഒരു തൊഴിലുടമ തൊഴിലാളിയോട് പറയാണ്, ഒരു കണ്ടെയ്നറിൽ ഇറക്കിയിട്ടുള്ള സാധനം ഇതെല്ലാം കൂടി ഇന്നലെ കൊണ്ടേ അപ്പുറത്ത് കൊണ്ടേ പിന്നെ ഗോഡൗണിലെത്തി പറ്റൂലല്ലോ, ഏറ്റിയാൽ പൊന്തൂലല്ലോ. അപ്പം 10 ആയത്ത് പഠിച്ചാൽ അത് തന്നെ ഏറ്റാൻ പറ്റുന്നില്ല, പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 10 ആയത്തെ ഒരു ദിവസം പഠിക്കുള്ളൂ. ഇത് പ്രാവർത്തികമാക്കാനുള്ളതാണ്. എവിടെയൊക്കെ പ്രാവർത്തികമാക്കും? ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റൂല? രാഷ്ട്രീയവും സാമൂഹികവും സാമുദായികവും ഒക്കെ അടങ്ങിയതല്ലേ പരിശുദ്ധ ഇസ്ലാം. എങ്ങനെ രാഷ്ട്രീയം ഇല്ലാതിരിക്കണ്? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്തിരിക്കുന്നത് ഖുർആൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്. അതിൻ്റെ പ്രയോഗവൽക്കരണം അത് നബിയുടെ അജണ്ടയിൽ പെട്ടതല്ല എന്നുണ്ടെങ്കിൽ അന്ന് നല്ല രീതിയിൽ ഒരു രാഷ്ട്ര നിർമ്മാണം നടന്നല്ലോ. അതിൻ്റെ കാർമ്മികൻ ആരായിരുന്നു? ആരോ കാർമ്മികത്വം വഹിച്ച് അവിടെ നല്ലൊരു രാഷ്ട്രമൊക്കെ കെട്ടിപ്പടുത്തു. അപ്പോഴൊക്കെ നബി പള്ളിയിൽ മാത്രം കുത്തിയിരുന്ന് ഖുർആൻ ആളുകൾക്ക് അർത്ഥം വെച്ചു കൊടുത്ത് അങ്ങനെയാണോ ചെയ്തത്? അല്ലല്ലോ. അതിൻ്റെ കാർമ്മികനും അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. തുടർന്ന് അതിൻ്റെ കാർമ്മികൻ സിദ്ദീഖ് എന്നവരായിരുന്നു, ഉമർ എന്നവരായിരുന്നു. അങ്ങനെ അവരിൽ അർപ്പിതമായിട്ടുള്ള ജോലികൾ ചെയ്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്നത് പോലെ ലോകത്തൊട്ടാകതെത്തി. അതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്ന ഞാനും നിങ്ങളും. അല്ലാതെ ഇവിടെ എങ്ങനെ എത്തി?
നമ്മൾ ഏതോ ജനവിഭാഗങ്ങളെ പറ്റി പറയുന്നത് പോലെ എവിടുന്നോ ഇറങ്ങി വന്നതാണ്. ചില ആളുകളൊക്കെ പിന്നെ പേർഷ്യൻ അവിടുന്ന് ഇവിടുന്ന് വന്നതെന്ന് പറയാറുണ്ട്. നമ്മളങ്ങനല്ലല്ലോ. നമ്മൾ ഈ മണ്ണിൻ്റെ മക്കളാണ്. നമ്മൾ നല്ലത് കേട്ടു, നല്ലത് സ്വീകരിച്ചു, ഇന്നും കേൾക്കുന്നു, ഇന്നും സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അത് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ ആ പരലോക ജീവിതം ആദ്യം ഉറപ്പുവരുത്തി. തൗഹീദിലേക്കും ആഖിറയിലേക്കും അവരെ ക്ഷണിച്ചു. പിന്നെ നബി ചെയ്തത് എന്താണ്? നബി മദീനത്ത് വന്നപ്പോൾ ചെയ്തത് എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആദ്യം പള്ളി ഉണ്ടാക്കി, പിന്നെയോ അവിടെ ഇരുന്ന് സ്റ്റേറ്റ് ഉണ്ടാക്കി. മദീനത്ത് ജീവിക്കുന്ന ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മറ്റു ജനവിഭാഗങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അവർക്കിടയിൽ ഒരു കോൺഫെഡറേഷനൊക്കെ ഉണ്ടാക്കി, ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. ആ ഭരണഘടന പ്രകാരം ആ രാജ്യം വളരെ ഭദ്രമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ അത് മക്ക ജസീറത്തുൽ അറബ് മുഴുവനും ആ ഒരു രാഷ്ട്രീയ രീതി സ്വീകരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഒഴുകിയെത്തി, ഇവിടെയും എത്തി. അങ്ങനെയാണ് ഞാൻ നിങ്ങൾ മുസ്ലിങ്ങളായത്. അപ്പം ചുരുക്കത്തിൽ ഇസ്ലാമിക ദഅവ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നാമത് ഖുർആനാണ്, ഹദീസാണ്, ഫിഖ്ഹാണ്, ദീനിൻ്റെ വിജ്ഞാനീയങ്ങളാണ്. രണ്ടാമത് അതൊക്കെ പ്രാവർത്തികമാക്കലാണ്, അതൊക്കെ അനുസരിച്ച് ജീവിക്കലാണ്, അതൊക്കെ അനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യേണ്ടിടത്ത് ആക്ട് ചെയ്യലാണ്, നമ്മൾ വിധേയപ്പെടേണ്ടിടത്ത് വിധേയപ്പെടലാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പിന്നെ നമുക്കതിലൊന്നും കാര്യമില്ല. നമുക്കതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിൽ മനുഷ്യന്മാരെ നൽകി നമുക്ക് ചില നിലപാടുകളും അഭിപ്രായങ്ങളും തിരിച്ചറിവുകളും ഇല്ലേ? പിന്നെ എനിക്കതിൽ കാര്യമില്ല എന്ന് എങ്ങനെ മനുഷ്യൻ പറയും? ഒരു മതത്തിലും ജാതിയിലും വർഗത്തിലും പെട്ട ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് ആത്മഹത്യാപരമാണ്. അപ്പോൾ ദഅവ ചെയ്യണം. ദഅവ ചെയ്യുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഗുണത്തിന് ഉപകരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഇസ്സത്തിലാക്കി തീരുമാറാകട്ടെ. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ വൈജ്ഞാനിക പ്രവർത്തനം പൊതുവെ മനുഷ്യനാവശ്യമായിട്ടുള്ള സർവ്വ പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും അത് സാമൂഹികം എല്ലാം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ ദൈവത്തിൻ്റെ മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ മനുഷ്യൻ ആക്ട് ചെയ്യണം. ആണ് പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ച് ആക്ട് ചെയ്യണം. പെണ്ണ് പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആക്ട് ചെയ്യണം. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പെണ്ണ് ഏറ്റവും കൂടുതൽ ഊന്നി ആക്ട് ചെയ്യേണ്ടത് കുടുംബത്തിലാണ്, വീട്ടിലാണ്. അത് പരിശുദ്ധ ഖുർആൻ നല്ല ഭംഗിയുള്ള ഭാഷയിലാണ് പറഞ്ഞത്. വഖർന ഫീ ബുയൂത്തികുൻ, വീട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അടങ്ങി. ഞങ്ങൾക്ക് ഉസ്താമാർ അർത്ഥം വെച്ചാൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. നിങ്ങളത് പരിഷ്കരിച്ച ഭാഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ശ്രദ്ധ കൂട്ടണം എന്നൊക്കെ പറയും. അതാണ് പെണ്ണിൻ്റെ ഒന്നാമത്തെ പണി. കാരണം വീട് എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ സമൂഹ നിർമ്മിതിയുടെ ഒന്നാമത്തെ യൂണിറ്റാണ്. ഒരു കുട്ടി വീട്ടിൽ വികല ചിന്തയിലാണ് വളർന്നത് എങ്കിൽ ആ കുട്ടി ലോകത്തിന് ആപത്തായിരിക്കും. അപ്പോൾ വീട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മഹാനായ അറബി കവി ഹാഫിദ് ഇബ്രാഹിം ബക്ക് പറഞ്ഞതുപോലെ അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ജീലൻ തയ്യിബൽ ഇറാഖി. ഉമ്മ എന്ന് പറഞ്ഞൊരു വിദ്യാലയമാണ്. ഉമ്മ ഭരിക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത് അതൊരു വീടല്ല, അതൊരു അടുക്കളയും ബാത്റൂമും അല്ല, അത് വിദ്യാലയമാണ്. അൽ ഉമ്മു മദ്രസത്തുൻ, വിദ്യാലയമാണ്. അത് നന്നാക്കിയാൽ നല്ല തലമുറകൾ ഉണ്ടാകുമെന്ന് കവി തുടർന്ന് പറയുന്നു. അപ്പം വീട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ പരിഷ്കൃതമായ പുത്തൻ ചിന്തകൾ ഇസ്ലാമിൻ്റെ മൂശയിലിട്ട് വാർത്ത് പുറത്തെടുക്കുക. ഇസ്ലാമിൻ്റെ ഉസൂല്, അടിസ്ഥാന തിയറികൾ അത് തെറ്റാതെ മനസ്സിലാക്കിയിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതൊക്കെ പ്രാവർത്തികമാക്കുക. ചിന്തയുണ്ടാക്കുക, ബുദ്ധി ഉണ്ടാക്കുക, കുതിപ്പുണ്ടാക്കുക. അതാണ് പെണ്ണിൻ്റെ പണി.
അതാണ് ഉമ്മാൻ്റെ പണി. അൽ ഉമ്മ മദ്രസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ഖീലൻ ജീലൻ തയ്യിബൽ ഇറാഖി. പിന്നെ പുതുപുത്തൻ എന്ന് പറഞ്ഞപ്പോൾ അന്ധവിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിക്കണം. നിർത്തണം. അന്ധവിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് യുക്തിചിന്തയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. എന്ത് പറഞ്ഞാലും എന്ന് തോന്നിപ്പോകും. അഫലാ തഅഖിലൂൻ അഫലാ തഫ്ഖഹൂൻ അഫലാ തഅലമൂൻ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, മനസ്സിലാക്കണില്ലേ, ഗ്രഹിക്കണില്ലേ? എല്ലാ വർത്തമാനവും അങ്ങനെയാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഒരാൾ എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹജ്ജിൻ്റെ വേളയിലാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് പകരം ചെയ്യാൻ പറ്റുമോ? പറ്റൂല എന്ന് മറുപടി പറയാതെ ആ മറുപടി അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് റസൂൽ ചെയ്തത്. റസൂൽ തിരിച്ചു ചോദിച്ചു, നിന്റെ ഉപ്പാക്ക് കാശ് കടമുണ്ടെങ്കിൽ അത് കടം വിട്ടുമോ? അതാണ് ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറഞ്ഞത്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ്. എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ഞാൻ ചെയ്താൽ പറ്റുമോ? അപ്പോൾ റസൂലുള്ളാഹിന്റെ ചോദ്യം, എൻ്റെ ഉപ്പാക്ക് കട ഉണ്ടെങ്കിൽ നീ അത് വീട്ടേണ്ടതില്ലേ? അത് വീട്ടേണ്ടതുണ്ട്. എന്നാൽ അള്ളാൻ്റെ കടയിൽ ആദ്യം വീട്ടേണ്ടത്. അങ്ങനെ മറുപടി പറഞ്ഞു കൊടുത്തത്. അപ്പം ചുരുക്കത്തിൽ അന്ധവിശ്വാസങ്ങൾ, മൂഢധാരണകൾ, പിന്നെ ഈ അബദ്ധധാരണകളുടെയൊക്കെ പിന്നാലെ അങ്ങനെ പോവുക. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾ ദുർബലകളാണ് എന്ന് പറഞ്ഞിട്ട് പോവുക. അത് പാടില്ല. നല്ല ആത്മവിശ്വാസം വേണം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഫീഹി ശിഫാഉൻ ലിന്നാസ്. കൂടുതൽ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നീട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. ഈ സംവിധാനം നിങ്ങൾക്കൊക്കെ അറിയാം. അഡ്മിഷൻ, അടുത്ത ഇയറിലേക്കുള്ള അഡ്മിഷൻ്റെ സന്ദർഭം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു വഴിയാണ്. മനുഷ്യനെ രണ്ട് തലത്തിലും ഉന്നതങ്ങളിൽ എത്തിക്കുന്ന വഴിയാണ്. ഒരു പക്ഷേ ഒരു 10-60 രാജ്യങ്ങളിൽ ഈ സംവിധാനത്തിൻ്റെ മക്കൾ ആണും പെണ്ണും ഉപരിപഠനത്തിനും മറ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ MBBSന് ഇവിടുന്ന് ഒരു പെൺകുട്ടി പോയിട്ടുണ്ട്. കളികാവ് ക്യാമ്പസിൽ നിന്ന് വേറൊരു ആൺകുട്ടി വേറൊരു യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ, ഇന്ത്യയിൽ നല്ല ലോകത്തിൻ്റെ പ്രസിദ്ധമായ നിംഹാൻസിൽ PhD എന്ന കുട്ടികളുണ്ട്. WHO സഹകരണത്തോടു കൂടി മനിലയിൽ ഫിലിപ്പൈൻ്റെ തലസ്ഥാനത്ത് നടന്ന സൈക്കോളജിയുമായി, സൈക്യാട്രിയുമായി, ക്ലിനിക്കൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ സമൂഹത്തിൻ്റെ പുരോഗതി സാക്ഷാത്കരിക്കുന്ന വലിയൊരു വ്യവസ്ഥിതിയാണ്. ഒരുപാട് വലിയതുണ്ട്, അതിൽപ്പെട്ട ഒരു വലിയത്. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായതിൽ നമുക്ക് സന്തോഷിക്കാം. ഇത് നിലനിൽക്കേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്, നമ്മൾ എല്ലാവരെയും സ്വീകരിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. വിദ്യാഭ്യാസമാണ് കാര്യം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പിന്നെ മറ്റു കാര്യങ്ങളെക്കാൾ പ്രധാനമായ ഒന്നാമത്തെ കാര്യമാണ്. എനിക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെ കിട്ടും? അതാണ് ഞാൻ ആദ്യം നോക്കുക. ഞാൻ മുസ്ലിമാണ്, അപ്പം ഞാൻ എൻ്റെ വിശ്വാസം തെറ്റുമെന്ന് നോക്കും. ഞാൻ സുന്നത്തിയമായത്താണ്, സുന്നത്തിയമായത്തിൻ്റെ വിശ്വാസവും ആദർശവും നഷ്ടപ്പെടുമെന്ന് നോക്കും. പിന്നെ ഞാൻ നോക്കുന്ന കാര്യം നല്ല മൂല്യങ്ങൾ ജീവിതാന്തരീക്ഷത്തിൽ ഇങ്ങനെ ഘനീഭവിച്ച് നിൽക്കുന്നുണ്ടോ, അത് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ നൽകപ്പെടുന്നുണ്ടോ, അതേ ഞാൻ നോക്കുള്ളൂ. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് അമർത്തി പറയുകയാണ്, ഊന്നി പറയുകയാണ്. നമുക്ക് മുന്നോട്ട് പോകണം. ബഹളങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ നന്മകളും ഈ മക്കൾക്കുണ്ടാവട്ടെ. അവരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, ഗുരുവര്യന്മാരെ പിന്തുടരുന്ന, നമ്മുടെ പ്രാർത്ഥന മൂല്യങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന, നമ്മുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കുട്ടികളാക്കട്ടെ, ഫാക്കൽറ്റീസ് ആക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അവർക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട്, എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട്, ഇന്ന് വൈകുന്നേരം പാണക്കാട്ട് കുടുംബത്തിലെ മഹതികളായ ബീവിമാരിൽ നിന്ന് അവർ സ്വീകരിക്കാൻ പോകുന്ന സെനത്, അത് സ്വർഗത്തിലേക്കുള്ള സെനതായി പടച്ച തമ്പുരാൻ
നമ്മുടെ മക്കളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവർക്ക് യാതൊരു പാളിച്ചയും സംഭവിക്കാതിരിക്കട്ടെ. ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സൗഭാഗ്യം നൽകട്ടെ. അവർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.